ESR എന്നാൽ എർത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ്. ഇത് ഈ ടെസ്റ്റിൽ അവർ നോക്കുന്ന നമ്മുടെ രക്തകണങ്ങൾ സെറ്റിൽ ചെയ്യുന്ന ഒരു റേറ്റാണ് നോക്കുന്നത്. ഇത് റേറ്റ് കൂടുമ്പോൾ 20 മേളിൽ കൂടുമ്പോൾ അതിനർത്ഥം ഏതോ ഒരു ഇൻഫ്ലമേഷൻ നടക്കുന്നു. അത് പല കാരണം കൊണ്ടാവാം. ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഓർ ഏതെങ്കിലും ഒരു റുമറ്റോളജി അസുഖം കൊണ്ട് ഇൻഫ്ലമേഷൻ വരുമ്പോൾ നമുക്ക് ESR കൂടുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ESR ഒരു സ്റ്റാൻഡ് അലോൺ ടെസ്റ്റ് അല്ല. ഒരിക്കലും നമ്മൾ ESR മാത്രം കൊണ്ട് ഒരു അസുഖം ഉണ്ടെന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യരുത്. ESR എപ്പോഴും നമുക്ക് മറ്റ് ടെസ്റ്റുകളുടെ കൂടെ ഹീമോഗ്ലോബിൻ കുറവ്, ESR ഒത്തിരി കൂടുതൽ, പ്രോബബ്ലി നമുക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ളൊരു ബ്ലഡിൽ വരുന്ന ഒരു ക്യാൻസർ ആവാം. അല്ലെങ്കിൽ ESRും CRP ഇത് രണ്ടും അക്യൂട്ട് ഫേസ് റിയാക്റ്റൻസ് എന്ന് പറയും. ഞങ്ങൾ റുമറ്റോളജിസ്റ്റ് കൂടുതലും ESRും CRPയും രണ്ടും ഒന്നിച്ചാണ് വിടാറ്. ഈ ടെസ്റ്റുകൾ ESR, CRP പോലെ ഈ അക്യൂട്ട് ഫേസ് റിയാക്റ്റൻസ് നമ്മുടെ ശരീരത്തിലെ ഹോമിയോസ്റ്റേസിസ് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയെ പറ്റി പറയുന്നു. നമുക്ക് ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഈ ടെസ്റ്റുകൾ കൂടും, അതുപോലെ വേറെ പല ടെസ്റ്റുകൾ കുറയുകയും ചെയ്യും. റുമറ്റോളജിയിൽ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് വേറെ ESRും CRPയും കൂടി നിൽക്കും. പേഷ്യൻസിന് വേറെ അസുഖങ്ങളൊന്നുമില്ല, ജോയിൻറ്റ് പെയിൻസ് ഇല്ല, സ്കിൻ പ്രോബ്ലംസ് ഇല്ല, ലങ് ഫങ്ഷൻസ്, കിഡ്നി ഫങ്ഷൻസ് എല്ലാം നോർമലാണ്. പക്ഷേ ESR, CRP കൂടി നിൽക്കും. ചിലപ്പോൾ പനിയും കാണും. ചിലപ്പോൾ പനിയായിരിക്കും പേഷ്യൻസ് ഞങ്ങളുടെ റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത്. ബാക്കി കാര്യങ്ങൾ, ഇൻഫെക്ഷൻസ്, ബാക്കി എല്ലാ കൾച്ചേഴ്സ് നോർമൽ, സ്കാൻസ് നോർമൽ, എല്ലാം നോർമൽ ആകുമ്പോഴാണ് പലപ്പോഴും ഈ പേഷ്യൻസ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഇത് കാരണമായ കുറച്ച് അസുഖങ്ങളുണ്ട്. അതിന് സ്റ്റിൽസ് ഡിസീസ്, വാസ്കുലൈറ്റിസ്, ചില ഓട്ടോ ഇൻഫ്ലമേറ്ററി സിൻഡ്രോംസ്, ഇതെല്ലാം അതിന് കാരണമാകുന്നു. ESR കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കണം. ESR കൂടി നിൽക്കുന്ന ഒരു അസുഖത്തിൻ്റെ സൂചന മാത്രമാണ്. ഒരു ഡിസീസ് പ്രോസസ്സിനെ കുറിച്ച് പറയുന്നില്ല. ഒരു ഡിസീസ് പ്രോസസ്സ് ആയിരിക്കും എന്ന് മാത്രമേ ആ ഒരു ടെസ്റ്റ് പറയത്തുള്ളൂ.